ഹംസേ, എന്റെ ബിസിനസ്സുകളെല്ലാം തകർക്കാൻ വിഷ്ണു ഓടി നടക്കുകയാണ്. അവന്റെ അച്ഛനെ ജയിലിലാക്കി എന്റെ നേരെ വീണ്ടും തീക്കളിയാണ് നടത്തുന്നതെന്ന് അവൻ മനസ്സിലാക്കുന്നില്ല. നിരപരാധിയായ എന്നോട് ഇത്രയും നീചത്വം കാണിച്ച അവരിൽ നിന്നും നന്മ പ്രതീക്ഷിക്കുന്നതാണ് അബദ്ധം. നിന്നെ ഞാൻ വിളിപ്പിച്ചത് നിനക്ക് ജോലിക്ക് ജോലിയും പണത്തിന് പണവും തരാൻ. ഇന്നു മുതൽ നീ എന്റെ ലോറിയിലെ ഡ്രൈവറാണ്. വളരെ നന്ദി സാർ. അങ്ങയ്ക്ക് വേണ്ടി മരിക്കാൻ പോലും ഞാൻ തയ്യാറാണ്. വെരി ഗുഡ്. എങ്കിൽ നാളെ ലോറിയിൽ കയറാൻ തയ്യാറായിട്ട് വരും. നീയോ? അതെ, ഞാൻ തന്നെ. നിങ്ങളോടും സംസാരിക്കുമെന്ന് കരുതിയിട്ട് കുറെ നാളുകളായി. സംസാരിക്കുന്നില്ലെങ്കിലും എന്റെ വിവരങ്ങൾ മുഴുവൻ അറിയുകയും അതെല്ലാം യഥാസമയം പോലീസിനെ അറിയിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. ഉണ്ട്. കളി തുടങ്ങി വെച്ചതും പോലീസിന് വിവരങ്ങൾ നൽകി എന്റെ അച്ഛനെ ജയിലിലാക്കി ആദ്യം ജയിച്ചതും നിങ്ങളാണ്. ഇനി നമ്മളൊരാൾ നശിക്കുന്നത് വരെ ഈ കളി തുടർന്നേ തീരൂ. പക്ഷേ ഒന്നോർത്തോളൂ, അവസാന വിജയം എന്റേതായിരിക്കും. നിന്റെ പിറന്നാളല്ലേ, നിനക്ക് ചന്ദനക്കുറി ഞാൻ തൊടുവിക്കാം. എന്റെ ദേവി, ജീവനോടെ ഇരിക്കുന്നിടത്തോളം കാലം എല്ലാ ദിവസവും സന്തോഷമായിരിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണം. അമ്മ ഒരു ജഡ്ജല്ലേ, ഈ അമ്പലത്തിലേക്ക് വന്ന് പ്രാർത്ഥിച്ചാൽ കാര്യം നടക്കുമെന്ന് അമ്മ വിശ്വസിക്കുന്നുണ്ടോ? എന്റെ ഈ രണ്ട് കൈകൾ നിങ്ങളാണ് മക്കളെ. തൊഴുതു പിടിക്കുന്ന ഈ കൈകൾക്ക് മുമ്പിൽ വിഗ്രഹമുണ്ട്, പിന്നെ എന്റെ ഹൃദയമുണ്ട്. അവിടെ നിങ്ങളുടെ അച്ഛൻ. ഇതിൽ കൂടുതൽ എനിക്ക് എന്ത് വേണം? സമ്മതിച്ചു ചേട്ടാ. അമ്മയുടെ മുമ്പിൽ തോക്കുന്നതല്ലേ. ലക്ഷ്മി, വൈകിട്ടത്തെ പാർട്ടിക്ക് ആരൊക്കെ വരുമെന്ന് പറയാനൊക്കില്ല. അച്ഛൻ ധൈര്യമായിട്ട് പൊക്കോളൂ അച്ഛാ, അതൊക്കെ ഞങ്ങളെ. അയ്യോ, എവിടേക്ക് എന്തിനു വന്നു? ഭാര്യയുടെ അടുത്തേക്ക് ഭർത്താവ് എന്തിനാണെന്ന് പറഞ്ഞിരുന്നു. വിഷ്ണു, പ്ലീസ് ഇപ്പൊ പോകും. ജയശ്രീ എന്തിനാ ഭയപ്പെടുന്നത്? മേനോന്റെ വീട്ടിൽ പാർട്ടിക്ക് പോകാൻ വേണ്ടി അദ്ദേഹം നേരത്തെ വരുമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. അതിനു മുൻപ് ഞാൻ പോയിക്കൊള്ളാം. ഇതാണല്ലേടി ഇതിന്റെ അസുഖം. ഇന്ന് ചോറിന് നന്ന് കാണിക്കാത്ത തേവടി. അവളെ തുടരുത്. എന്റെ വീട്ടിൽ കയറുമല്ല എന്റെ ഭാര്യയെ തുടരുന്ന് പറയുന്നതാ. വന്നപ്പോൾ കണ്ടില്ലേ ഞാൻ ആരായിരുന്നു? നീ അകത്ത് പോ. രണ്ടിനെ ഞാൻ വെറുതെ വിടില്ല. ഏതായാലും നടന്നത് നടന്നു. ഇനി ബുദ്ധി ഉപയോഗിച്ച് രക്ഷപ്പെടാൻ നോക്കണം.
നമ്മളിൽ ആരെങ്കിലും ഒരാൾ അബദ്ധം കാണിച്ചാൽ രണ്ടുപേരും അകത്താവും. ഇനിയിപ്പോ എന്ത് ചെയ്യണമെന്ന് പറയൂ, എനിക്ക് പേടിയാവുന്നു. പറയാം. ഹലോ, can I speak to Mr. Menon? ചന്ദ്ര, 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 ചന്ദ്ര. എന്റെ ഭർത്താവിനെ കൊന്നു. ജയശ്രീ, ഇതെങ്ങനെ സംഭവിച്ചു? ഫാക്ടറിയിലെ കണക്കുകളെ കുറിച്ച് ഇവർ രണ്ടുപേരും തമ്മിൽ വഴക്കുണ്ടായി. അതിന്റെ അവസാനം. ജയശ്രീ, മേനോൻ സാർ, എന്താ ഈ കാണിച്ചത്? നിങ്ങളാരാ? ഇവരുടെ ഫാക്ടറി മാനേജരാ. ഓഫീസിൽ കണക്ക് നോക്കുന്നതിനിടയിൽ മേനോൻ സാർ ദേഷ്യപ്പെട്ട് ഇറങ്ങി പോകുന്നു കണ്ടു. പിന്നെ മിസിസ് നായരുടെ ഫോൺ വന്നത് ഇവിടെ ഭയങ്കര വഴക്ക് നടക്കുന്നെന്ന. വില്യംസ് പറഞ്ഞതുപോലെ ചെയ്തു കളഞ്ഞല്ലോ സാർ. വില്യംസ്, മിസ്റ്റർ മേനോൻ, യു ആർ അണ്ടർ അറസ്റ്റ്. ഹലോ, കൊലപാതകമോ? അച്ഛനെ ഈ നിലയിൽ കണ്ടുകൊണ്ട് ഞങ്ങൾ എങ്ങനെ ജീവിക്കും അച്ഛൻ? എന്താണ് നടന്നതെന്ന് ദയവ് അച്ഛൻ തുറന്നു പറയണം. എന്നോടും പിള്ളേരോടും പറയാൻ വയ്യാത്ത കാര്യമുണ്ടോ അങ്ങക്ക്? എന്നോടൊന്നും ചോദിക്കരുത്. അങ്ങ് ലോക്കപ്പിലാണെങ്കിലും അങ്ങേക്കാളും വലിയ ശിക്ഷയാണ് ഞങ്ങൾ അനുഭവിക്കുന്നത്. അച്ഛനും ആർ സി നായരും തമ്മിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു? ഒരിക്കലുമില്ല. ഞങ്ങളോട് പറയാൻ പഠിക്കുന്ന കാര്യം അച്ഛൻ പോലീസിനോടെങ്കിലും തുറന്നു പറയും. ഇല്ലെങ്കിൽ അച്ഛൻ ചെയ്തു എന്ന് പറയുന്ന കൊലപാതക കുറ്റം മക്കളെ ഞങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും. ലക്ഷ്മി, എന്റെ ഭാര്യയും മക്കളും എന്നെ അനുസരിക്കുമെന്നാണ് എന്റെ വിശ്വാസം. ഞങ്ങൾ എന്തു വേണമെന്ന് പറയൂ. മക്കളെയും കൂട്ടി വീട്ടിലേക്ക് പോകും. അഡ്വക്കേറ്റ് എന്ത് പറഞ്ഞു ചേട്ടാ? അച്ഛൻ സത്യം മറച്ചു പിടിക്കുന്നിടത്തോളം കാലം ഈ കേസിൽ നിന്ന് അച്ഛനെ രക്ഷിക്കാൻ ബുദ്ധിമുട്ടാണെന്നാണ് വക്കീൽ പറയുന്നത്. മാനേജർ വില്യംസും ജയശ്രീയും കൊടുത്തിരിക്കുന്ന തെളിവുകളെല്ലാം അച്ഛനെതിരാണ്. അമ്മാനെ രക്ഷിക്കാൻ ഒരു വഴിയില്ലെന്നേ. അതിനുവേണ്ടി ഞാൻ പഠിച്ച നിയമവും ഇരുട്ടിൽ തപ്പി തടയുകയാണ് മോളെ. ഈശ്വരനോട് പ്രാർത്ഥിക്കാനല്ലാതെ ഇന്ത്യൻ പീനൽ കോഡ് തിരുത്താൻ എന്നെ കൊണ്ടാവില്ല. നമസ്കാരമുണ്ട് മിസ്സസ് മേനോൻ. ഭർത്താവിന്റെ കേസിന്റെ വിധി പറയുന്ന ദിവസമായതുകൊണ്ടായിരിക്കും നേരത്തെ തിരിക്കുന്നത്. ഏത് കേസിലും നീതിയിൽ നിന്നും വ്യതിചലിക്കാത്തവരല്ലേ നിങ്ങൾ. ഇന്നെന്ത് വിധി പറയുമെന്ന് അറിയുവാൻ എന്നെപ്പോലുള്ള നാട്ടുകാർക്ക് ആകാംക്ഷയുണ്ട്.
അമ്മേ, അമ്മ എന്തിനാ രാജിവെച്ചത്? മോനെ, ലക്ഷ്മി മേനോൻ എന്ന ഡിസ്ട്രിക്ട് ജഡ്ജ് ഒരു നിമിഷം അമ്മയായി, ഭാര്യയായി. നിങ്ങളുടെ അച്ഛനെ പ്രതികൂട്ടി നിർത്തി ശിക്ഷിക്കാൻ കഴിയാത്ത സ്ത്രീയായിപ്പോയി. അച്ഛന്റെ കേസ് ഏൽപ്പിച്ചത് ഈ പട്ടണത്തിലെ ഏറ്റവും വലിയ വക്കീൽമാരെ. വിധി അറിയട്ടെ. ഞാനൊന്ന് തീരുമാനിച്ചിട്ടുണ്ട്. നീതികേടാണ് വിധിക്കുന്നതെങ്കിൽ നിരപരാധികളെ ശിക്ഷിച്ചിട്ട് ആ രക്തം കൊണ്ട് കൈകഴുകുന്ന ഇവിടുത്തെ കോടതികളുടെ സഹായമില്ലാതെ എന്റെ അച്ഛന്റെ സത്യം ഞാൻ ഈ ലോകത്ത് തെളിയിക്കും. എന്റെ ഈശ്വര, എത്രയോ കേസിന്റെ വിധി എഴുതിയ ഞാൻ എന്റെ കുടുംബത്തിന്റെ വിധി എഴുത്തറിയാൻ ഇടയുന്നത് നീ കാണുന്നില്ലേ? അമ്മേ, ഞങ്ങൾ പോയി വക്കീലിനെ കണ്ടിട്ട് ഉടനെ വരാം. കേസിലെ പ്രതിയായ ശ്രീധര മേനോൻ തന്റെ പാർട്ണറും സതീർത്ഥനുമായിരുന്ന ആർ സി നായരെ അദ്ദേഹത്തിന്റെ താമസ സ്ഥലത്ത് വെച്ച് അതിക്രൂരമായി കൊല ചെയ്തുവെന്ന് കോടതിക്ക് ബോധ്യമായിരിക്കുന്നു. ആയതിനാൽ IPC 302 വകുപ്പനുസരിച്ച് പ്രതിയെ ജീവപര്യന്തം കഠിന തടവിന് ശിക്ഷിക്കാൻ കോടതി ഉത്തരവായിരിക്കും. വിഷ്ണുവിന്റെ നെഞ്ചിൽ പകയുടെ തീ പിടിച്ചാൽ അതെല്ലാം നശിപ്പിച്ചിട്ട് അടങ്ങും. അതിൽ ലക്ഷ്മി മേനോന്റെ കുടുംബം മുഴുവനും കത്തിത്തകരും. അപ്പോൾ മാത്രമേ എന്റെ പ്രതികാരം പൂർത്തിയാകൂ. എനിക്കിനി കാണേണ്ടത് തെരുവിൽ തിന്നുന്ന അമ്മയും മക്കളെയുമാണ്. അതിനുള്ള കരുക്കുകളെല്ലാം ഞാൻ ഒരുക്കി കഴിഞ്ഞു. ഫാക്ടറി കണക്കുകൾ ഇപ്പോൾ നോക്കിയാൽ അവർ ചില്ലിക്കാശ് പോലും സ്വന്തമായിട്ടില്ലാത്തവരാണ്. മാത്രമല്ല, കണക്കുകൾ പറയുന്നത് ലക്ഷങ്ങൾ മേനോൻ ആർ സി നായരിൽ നിന്നും കടം വാങ്ങിയിട്ടുണ്ടെന്നുമാണ്. എല്ലാം ഞാൻ തിരിച്ചെഴുതി കഴിഞ്ഞു. വെരി ഗുഡ് ന്യൂസ്. നിങ്ങൾക്ക് ഞാൻ വാഗ്ദാനം ചെയ്ത തുക എപ്പോൾ വേണമെങ്കിലും വാങ്ങാം. ജപ്തി കഴിഞ്ഞതിന് ശേഷം മതി. ജയശ്രീക്ക് അടുത്ത് ചൂട് വെക്കാം. അതിനുശേഷം നിന്റേത് മാത്രമായിരിക്കും ആ ഫാക്ടറി. ഇതിലൊന്ന് ഒപ്പിട്ടേക്കൂ. മക്കളെ, നിങ്ങൾ ഈ വീട് വിട്ട് എവിടെയും പോകരുത്. അമ്മയ്ക്ക് ഒരു സമാധാനമില്ല. അമ്മ എന്തിനാണ് ഭയപ്പെടുന്നത്? എന്തു വന്നാലും നേരിട്ടല്ലേ കഴിയും. അച്ഛന്റെ കേസിന് അപ്പീൽ കൊടുക്കാനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തിട്ടുണ്ടമ്മേ. എല്ലാ ഈശ്വര നിശ്ചയം പോലെ നടക്കട്ടെ. ഐശ്വര്യം നിറഞ്ഞ ഈ വീട് ഇത്ര പെട്ടെന്ന് ഒരക്കില്ലമായി മാറുമെന്ന് ഞാൻ കരുതിയില്ല. മിസ്റ്റർ മേനോൻ സബ് ജയിലിൽ വെച്ച് മരിച്ചു. അച്ഛൻ എന്ത് പറ്റുന്നു? അമ്മേ, അച്ഛൻ എന്ത് പറ്റുന്നു? അമ്മേ, അമ്മേ. മിസ്റ്റർ മേനോൻ ആർ സി നായർക്ക് കൊടുക്കാനുള്ള കടത്തിന് മേൽ വീട് ജപ്തിയായിരിക്കുന്നു. അമ്മ ഒപ്പിടരുത്. ഇതിലെന്തോ ചതിയുണ്ട്. തെരുവിലിറങ്ങി പോകേണ്ടി വന്നാലും നിയമത്തിനെതിരായി പോകാൻ എന്നെ കൊണ്ടാവില്ല മോനെ. ഹംസ ജീവിച്ചിരിക്കുന്നിടത്തോളം അമ്മയും രാജുവും രവിയും തെരുവിലിറങ്ങേണ്ടി വരില്ല.
താമസത്തിന് വേണ്ട ഏർപ്പാടുകൾ ഞാൻ ചെയ്യാമേ. ഇനി തരുമമ്മേ. പഠിച്ചവൻ എപ്പോഴും നല്ല ആളുകളെയാണ് നൊമ്പരപ്പെടുത്തുന്നത്. ഇങ്ങനൊരു വാടക വീട്ടിലേക്ക് വെട്ടിനിക്ക് വരേണ്ടി വരുമെന്ന് ഞങ്ങൾ ആരും കരുതിയില്ല. വരുന്നതെല്ലാം അനുഭവിച്ചേ പറ്റൂ നസീമേ. അമ്മേ, ഒരു ഉറുമ്പിനെ പോലും വേദനിപ്പിക്കാത്ത നിങ്ങളെ ദ്രോഹിച്ചൊരു മനുഷ്യരല്ല. ഈ ദുനിയാവിൽ സത്യം ഉണ്ടെങ്കിൽ അവനൊക്കെ എന്നെങ്കിലും എണ്ണി കണക്ക് പറയേണ്ടി വരും. നമ്മൾ അന്യരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നസീമേ. ഉയർച്ചയും താഴ്ചയും ജീവിതത്തിലുള്ളത്. തമ്പിയേട്ടനോ? ഇരിക്കൂ. ഇരുന്നട്ടെ. വീട് ജപ്തി ചെയ്ത വിവരം നിഷയുടെ ചെലവിടാൻ കിട്ടുമ്പോഴാണ് ഞാൻ അറിഞ്ഞത്. വിധി ഞങ്ങളെ ഇവിടെ കൊണ്ടെത്തിച്ചു എന്ന് പറഞ്ഞാൽ മതി തമ്പിയേട്ട. ഏതായാലും നിങ്ങൾ ഈ വാടക വീട്ടിൽ താമസിക്കുന്നത് എനിക്കിഷ്ടമല്ല. എന്റെ വീട് ഒഴിഞ്ഞിടപ്പുണ്ട്, നിങ്ങൾക്ക് അവിടെ വന്ന് താമസിക്കാം. വേണ്ട ചേട്ടാ, അങ്ങനെ പറയരുത്. നമ്മളെല്ലാം ഒരു കുടുംബം പോലെ ജീവിച്ചു വന്നവരാണ്. സ്വത്തുണ്ടെങ്കിലും ഇല്ലെങ്കിലും നാളെ എന്റെ മകൾ ജീവിക്കുന്നത് നിങ്ങളോടൊപ്പമാണ്. ഞാൻ വിളിക്കുന്നിടത്തേക്ക് വരാൻ നിങ്ങൾക്കൊരു ദുരഭിമാനം തോന്നേണ്ട കാര്യമില്ല. അതുകൊണ്ടല്ല തമ്പിയേട്ട, എന്റെ മക്കളുടെ അച്ഛൻ എല്ലാ സൗഭാഗ്യങ്ങളും നേടിയ ആളായിരുന്നു. പക്ഷെ അവസാനം ജയിലിൽ കിടന്ന് ആരോരും ഇല്ലാതെ മരിക്കാനാണ് ദൈവം നിശ്ചയിച്ചിരുന്നത്. അതാലോചിക്കുമ്പോ വാടക വീട്ടിൽ താമസിക്കുന്നതൊന്നും ഒരു പ്രശ്നമേ അല്ല. നിന്റെ നിരാശയും വിഷമവും എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നിന്റെ പഠിത്തം നിർത്തേണ്ടി വന്നതും കൂട്ടുകാരെ പിരിയേണ്ടി വന്നതും എല്ലാം എന്തുകൊണ്ടാണ് നിനക്കറിയാമല്ലോ. സാരമില്ല ചേട്ടാ. ഭക്ഷണം കഴിക്കാൻ കൂടി നിവൃത്തിയില്ലാതെ വരുമ്പോ പഠിത്തത്തെക്കുറിച്ച്. അങ്ങനെയല്ല, നീ വീണ്ടും കോളേജ് ചേരണം, പഠിക്കണം. അതിനുള്ള സൗകര്യം ഞാൻ ഉണ്ടാക്കിത്തരാം. അതിന് പണം വേണ്ടേ? ഞാൻ ഉണ്ടാക്കും.